ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഫോട്ടോ ചോക്ലേറ്റ് റാപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ച ഫോട്ടോസ് A3 ഷീറ്റിൽ സെറ്റ് ചെയ്യണം. ഇവിടെ ഞാൻ ഒരു A3 ഷീറ്റിൽ 12 ഫോട്ടോസാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനായി നമ്മൾ നോർമൽ പ്രിൻ്റല്ല യൂസ് ചെയ്യുന്നത്, സ്റ്റിക്കർ പ്രിൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ 36 ചോക്ലേറ്റ് റാപ്പ് ചെയ്യാനുള്ള ഷീറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 3 A3 ഷീറ്റിൽ ഇതാണ് സെറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഓരോ ഫോട്ടോസ് വീതം പ്രത്യേകം കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് സിസേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പേപ്പർ കട്ടർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇവിടെ സിസേറാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ചോക്ലേറ്റിൽ റാപ്പ് ചെയ്യുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ 10 രൂപേൻ്റെ ഡയറി മിൽക്കാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് ആ സ്റ്റിക്കറിൻ്റെ 4 സൈഡ് അല്ലെങ്കിൽ 3 സൈഡ് പീൽ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റണം. ഇവിടെ ഞാൻ ഈ സ്റ്റിക്കറിൻ്റെ 4 സൈഡാണ് കട്ട് ചെയ്തത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് 3 സൈഡാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആ ഷീറ്റിൻ്റെ കറക്റ്റ് സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് ഫോട്ടോ ചോക്ലേറ്റ് മേൽ വരുന്ന രീതിയിലാക്കിയിട്ട് ചോക്ലേറ്റ് ആദ്യമേൽ ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. ചോക്ലേറ്റ് കറക്റ്റ് മിഡിലായി വരുന്ന രീതിയിൽ ഒട്ടിച്ചിട്ട് വേണം ഇത് സ്റ്റിക്കർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ 2 അറ്റവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 6 ആക്സിസ് വെച്ചിട്ട് 2 സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു ക്ലാസ്സിലെ 36 കുട്ടികളുടെ നെയിം വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയല്ലാതെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ചോക്ലേറ്റും നമ്മൾ ഇതുപോലെ റാപ്പ് ചെയ്ത് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കണ്ടല്ലോ. ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.